ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അരവിന്ദ്. രാഷ്ട്രപതി ദ്രൌപദി മുർമു പോർച്ചുഗൽ സ്ലോവാക്യ സന്ദർശനത്തിനായി യാത്ര തിരിച്ചു. രാഷ്ട്രപതി നാളെ പോർച്ചുഗലിൽ പ്രസിഡന്റ് മാർസെലോ റെബെലോ ഡിസൂസയുമായി ചർച്ച നടത്തും. പോർച്ചുഗൽ പ്രധാനമന്ത്രി ലൂയിസ് മോണ്ടിനെഗ്രോയുമായും ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോസ് പെഡ്രോ അഗ്യുയർ ബ്രാങ്കോയുമായും രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തും. സ്ലോവാക്യയിൽ പ്രസിഡന്റ് പീറ്റർ പെലഗ്രിനി, പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോ എന്നിവരുമായി രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തിന്റെ എല്ലാ കോണുകളെയും കൂട്ടിയിണക്കിയുള്ള അടിസ്ഥാന സൌകര്യ വികസനത്തിനായി കഴിഞ്ഞ 10 വർഷങ്ങളിൽ കേന്ദ്ര സർക്കാർ സമർപ്പിത പരിശ്രമം നടത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് പുതിയ പാമ്പൻ പാലം രാഷ്ട്രത്തിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. 8300 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കമിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ ശ്രീലങ്കൻ സന്ദർശനം പൂർത്തിയായി. ഇന്ത്യയുടെ സഹായത്തോടെയുള്ള മഹോ ഓമന്തായ് റെയിൽപാത ശ്രീ മോദിയും ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര കുമാര ഡിസനായകയും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. സന്ദർശനവേളയിൽ 14 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്ക മോചിപ്പിച്ചു. സിപിഐഎം ജനറൽ സെക്രട്ടറിയായി എം.എ. ബേബിയെ മധുരയിൽ ചേർന്ന 24ാം പാർട്ടി കോൺഗ്രസ് തിരഞ്ഞെടുത്തു. 18-അംഗ പോളിറ്റ് ബ്യൂറോയെയും 84-അംഗ കേന്ദ്ര കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. വി.എസ്. അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു എം.എ. ബേബി. രാജ്യസഭാംഗം, കേരള നിയമസഭാംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ലോകാരോഗ്യ ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സർക്കാർ ആശുപത്രികളിൽ മുൻകൂർ ടോക്കൺ, ഡിജിറ്റൽ പണമിടപാടുകൾ എന്നിവ ആരംഭിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. 8ാം ക്ലാസ്സിൽ മിനിമം മാർക്ക് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ചൊവ്വാഴ്ച മുതൽ ഈ മാസം 24 വരെ അധിക പിന്തുണ ക്ലാസ് നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി. 2541 സ്കൂളുകളിൽ നിന്നുള്ള 8ാം ക്ലാസ് പരീക്ഷാഫലം നിലവിൽ ലഭ്യമായിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരുടെ ഓൺലൈൻ സ്ഥലമാറ്റ പ്രക്രിയ നാളെ ആരംഭിക്കുമെന്ന് മന്ത്രി വി. ശിവൻകുട്ടി. അധ്യാപകരുടെ വിവരങ്ങൾ പുതുക്കാനും പ്രിൻസിപ്പൽമാർക്ക് പരിശോധിക്കാനും കൃത്യമായി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനും പോർട്ടലിൽ പുതിയ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പുരോഗതി, വികസനം, നിക്ഷേപം, തൊഴിൽ എന്നിവയുള്ള വികസിത കേരളമാണ് ലക്ഷ്യമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ബിജെപിയുടെ സ്ഥാപക ദിനത്തിൽ മാരാർജി ഭവനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരും മണിക്കൂറുകളിൽ ആലപ്പുഴ, എറണാകുളം, പാലക്കാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചു. കോട്ടയം, ഇടുക്കി, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. സംസ്ഥാന കേരളോത്സവത്തിന്റെ ഭാഗമായി നോ പറയാം മയക്കുമരുന്നിനോട് ചേർത്ത് പിടിക്കാം നമ്മുടെ നാടിനെ എന്ന മുദ്രാവാക്യമുയർത്തി സംഘടിപ്പിക്കുന്ന കൂട്ടയോട്ടം നാളെ വൈകിട്ട് മന്ത്രി കെ രാജൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. എറണാകുളം കോതമംഗലത്താണ് കൂട്ടയോട്ടം. ഐ ലീഗ് ഫുട്ബോളിൽ കിരീടമില്ലാതെ ഗോകുലം കേരള. കോഴിക്കോട് നടന്ന ലീഗിലെ അവസാന മത്സരത്തിൽ ഡെംബോ ഗോവയോട് 3-4 ഗോളിന് പരാജയപ്പെട്ടതോടെ ഗോകുലത്തിന്റെ കിരീട പ്രതീക്ഷ അവസാനിച്ചു. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം പുരോഗമിക്കുന്നു. ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ഹൈദരാബാദ് 14ാം ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 101 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടിയ ഗുജറാത്ത് ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പ്രത്യേക പരിശോധനയിൽ 169 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. 179 പേർ അറസ്റ്റിലായി. മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 2306 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. തിരുവനന്തപുരം ആറ്റിങ്ങൽ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് 52 ഗ്രാം MDMA-യുമായി യുവതിയടക്കം 3 പേരെ പിടികൂടി. ചിറയൻകീഴ് സ്വദേശി സുമേഷ്, കഠിനംകുളം സ്വദേശി ജിഫിൻ, പാലക്കാട് സ്വദേശി അനു എന്നിവരാണ് പിടിയിലായത്. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ശിവൻ തെറ്റത്ത് കുഴഞ്ഞുവീണ് മരിച്ചു. കോഴിക്കോട് സ്വദേശിയാണ്. മാതൃഭൂമി പയ്യന്നൂരിലെ സർക്കുലേഷൻ വിഭാഗം ജീവനക്കാരനാണ്. മലപ്പുറത്ത് വീട്ടിൽ പ്രസവിച്ച സ്ത്രീ മരിച്ചു. പെരുമ്പാവൂർ സ്വദേശി അസ്മയാണ് മരിച്ചത്. കുഞ്ഞിന് നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ല. അസ്മയുടെ മൃതദേഹം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഗാസയിൽ തടവിലുള്ള ബന്ദികളെ മോചിപ്പിക്കുന്നതിന് ഹമാസുമായി ചർച്ച നടത്തണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിൽ ജനങ്ങളുടെ പ്രതിഷേധം തുടരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു തിങ്കളാഴ്ച അമേരിക്ക സന്ദർശിക്കാനിരിക്കെയാണ് പ്രതിഷേധം. പഞ്ചാബിലെ മുതിർന്ന കർഷക നേതാവ് ജഗജീത് സിംഗ് ദല്ലേവാൾ നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ അഭ്യർത്ഥന പ്രകാരമാണ് 2024 നവംബറിൽ ആരംഭിച്ച സമരം അവസാനിപ്പിച്ചത്. ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച സ്റ്റാർട്ടപ്പ് മഹാകുംഭ് യുവസംരംഭകരുടെ മികച്ച പങ്കാളിത്തത്തിലൂടെ ശ്രദ്ധേയമായതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.